ഇല്ലാതെ പോവുകയാണ്. ഔറത്ത് പോലും മറയ്ക്കാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തലമറയ്ക്കാൻ പറഞ്ഞ വല്ലാത്ത മടിയാണ്. പെങ്ങളെ, നാളെ നരകത്തില്, നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. പെണ്ണേ, നിന്റെ തലമുടി പോലും ഔറത്താണ്. നീ എല്ലാം തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അതാ നരകത്തിന്റെ ഒരു തൊപ്പി ഒരു പെണ്ണിന്റെ തലയിൽ ധരിപ്പിക്കുകയാ. ഒരു പെണ്ണിന്റെ തലയില് നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി അല്ലാഹു ധരിപ്പിക്കുകയാ. അല്ലാഹുവേ, മുഖത്തുകൂടെ തലച്ചോറിങ്ങനെ ഉരുകി ഒലിക്കുകയാണ്. ഈ പെണ്ണ് കള്ള് കുടിച്ചവളല്ല, അവള് വ്യഭിചരിച്ചവളല്ല, അവള് പലിശ തിന്നവളല്ല, അവള് ശിർക്ക് ചെയ്തവളല്ല, അവള് നിസ്കരിക്കാത്തവളല്ല. പ്രിയപ്പെട്ട പെങ്ങള്, തലമറയ്ക്കാതെ നടന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. നീ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയാ. മറ്റുള്ളവർക്ക് ഔറത്ത് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആര് വേണമെങ്കിലും കാണാൻ. എന്തൊരു പാപമാടോ, എന്തൊരു പാപമാടോ. ഹറാമ് കാണുകയല്ലേ, ഹറാമ് കാണുകയല്ലേ. ഇതൊക്കെ പടച്ചവനെ പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹറാമ് കാണുന്ന ചെറുപ്പക്കാരാ, വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? ഈ ഹറാമ് കാണുന്ന കണ്ണുണ്ടല്ലോ, ഈ ഹറാമ് കണ്ട കണ്ണുണ്ടല്ലോ, ആ കണ്ണിലേക്ക് അല്ലാഹു ഈയമുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, ഹറാമ് കാണുക. ഇന്ന് ഔറത്ത് മറയ്ക്കുന്ന കാര്യം ആണാകട്ടെ പെണ്ണാകട്ടെ. ഇവിടെ നാളെ പെണ്ണുങ്ങളുടെ തലയിൽ ഒരു നരകത്തിന്റെ തൊപ്പി അല്ലാഹു ധരിപ്പിക്കും, മുടി പുറത്തിട്ടുകൊണ്ട് നടന്നതിന്റെ പേരിൽ. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലജ്ജ എന്ന് പറയുന്നത് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയി. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ചെറുപ്പക്കാരനാകട്ടെ, ഈ പ്രായമുള്ള മുടിയൊക്കെ നരച്ച ഉമ്മ ഇപ്പോഴും തലമറച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആണുങ്ങളാകട്ടെ, ഇതൊക്കെ നിസ്സാരമായി പോയി. ഇന്നത്തെ വാപ്പമാർ ഇപ്പൊ എല്ലാം വയല് കേൾക്കാൻ വലിയ തങ്ങന്മാരെ പോലെ, വലിയ മഹാന്മാരെ പോലെ എല്ലാം ഇരുന്ന് വയല് കേൾക്കുന്നുണ്ട്. ഈ വയല് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രംഗം ഒന്ന് ചോദിച്ചേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. ഇവിടെ വയല് കേൾക്കാൻ വരുന്ന വാപ്പ വളരെ മാന്യമായ രീതിയിൽ ഇവിടെ വന്ന് വയല് കേൾക്കും. പക്ഷെ വയല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വാപ്പ മുണ്ടങ്ങിട്ട് പൊക്കിയിട്ട് ഒരു മടക്കി ഒരു ഉടുത്തുണ്ട്. പടച്ചവനെ, ഉപ്പാക്കി അറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണെന്ന്. പക്ഷെ അതിന്റെ മുകളിൽ വരെ ഉപ്പാടെ അടിയിൽ കിടക്കുന്ന ആ ഇന്നറിന്റെ അതുവരെ പുറത്തു കാണാൻ കഴിയുന്ന രീതിയിൽ ആ ഉപ്പ മുണ്ട് മടക്കി ഉടുത്ത് നടക്കുന്നത്. ഉപ്പായ്ക്ക് അറിയില്ല ഔറത്താണെന്ന്. ഈ വയലിന് വരുന്ന ആൾക്കാരുടെ മുമ്പിലൂടെ നടക്കുന്നവർ പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നു. അതിന്ന് പ്രദർശനമായി മാറി. ഇന്ന് തലയിൽ തട്ടമിടുന്നത്, ഇന്ന് തലയിൽ ഒരു ഷാളുണ്ട്, അത് തോളിലിടാനുള്ളതാണെന്ന് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ കരുതുന്നത്. എന്തിനാ അതുകൂടെ ഇടുന്നത്? എന്തിനാ അതും കൂടെ കഷ്ടപ്പെട്ടിടുന്നത്? അതുകൂടെ കളഞ്ഞാൽ പോരെ? ഇന്നത്തെ പെൺകുട്ടികൾ പടച്ചവനെ ഷാള് മുസ്ലിം ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഷാൾ ഇങ്ങനെ തോളിലിടുകയാണ്. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അമുസ്ലിമീങ്ങളൊക്കെ എത്ര മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. ഏറ്റവും സങ്കടകരം എന്ന് പറയട്ടെ, അമുസ്ലിമായ പെൺകുട്ടികൾ അവരൊക്കെ എത്ര മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു. ഈ ഉമ്മത്തിന് മാത്രമേ ഇങ്ങനെയുള്ളൂ. ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട ഡ്രസ്സ് വീടിന്റെ അകത്ത് പോലും ധരിക്കാൻ മടിക്കുന്ന ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ നടക്കുന്നത്. എല്ലാത്തിന്റെ കയ്യിലും ഒരു ഷാളും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് എവിടെ മറക്കണം നോക്കാൻ അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ഉസ്താദന്മാരെ കാണുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുമായിരുന്നു. പെണ്ണുങ്ങൾ പണ്ട് തലയിൽ തുണിയിടുന്നത് രണ്ട് സമയങ്ങളിലാണ്. ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും, ഒന്ന് ഉസ്താദിനെ കാണുമ്പോഴും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറയ്ക്കും. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം തലമറയ്ക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? എന്താ തലമറച്ച സ്വർഗത്തിൽ പോവോ?
ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറച്ച സ്വർഗത്തിൽ ഉസ്താദിനെ കാണുമ്പോ വാരി വലിച്ചിട്ടൊരു വെപ്രാളം. അത് പണ്ട്, ഇപ്പൊ ഒന്നുമില്ലടോ. ഇപ്പൊ ഉസ്താദിനെ കണ്ട ഉള്ളതുകൂടെ ഊരിക്കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദിനെ കാണുമ്പോ പണ്ടത്തെ പെണ്ണുങ്ങളെ തലയിൽ തുണിയിടും. ഇന്ന് ഉസ്താദിനെ കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഓനോ ഒന്ന് നോക്കി വെച്ചിട്ട് യുവന്മാരാ നമുക്കെതിരെ പ്രസംഗിക്കണത്. ഉള്ളതുകൂടെ സങ്കടം തോന്നാറുണ്ട് പെങ്ങന്മാരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഞങ്ങളെ കളിയാക്കും. പടച്ചവനെ, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ, എല്ലാം ഇൻസ്റ്റാഗ്രാമിന്റെ കാലവാ, റീലിന്റെ കാലം. എവിടെ നോക്കിയാലും വീഡിയോയുടെ കാലം. നല്ലത് ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ഉമ്മാടെ റീലെടുക്കുന്നത് മോള, ഉമ്മാടെ റീലെടുക്കുന്നത് മോള്, മോളുടെ റീലെടുക്കുന്നത് ഉമ്മ. നല്ല ജോയിന്റെ രണ്ടും. എന്നിട്ട് ഇങ്ങനെ യാചിക്കുകയാ, ലൈക്കതാ, ഷെയർ ചെയ്. എന്തിങ്ങനെ ആയിപ്പോയി നിങ്ങൾക്ക് എന്താ സംഭവിച്ച സഹോദരിമാരെ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാവുള്ളേ? എടാ, ഈ ഇൻസ്റ്റാഗ്രാമും ഈ വീഡിയോയും കൊണ്ട് എന്ത് നേട്ടമാക്കി? എന്റെ ഒരു സങ്കടം, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ 10-32 വയസ്സുണ്ട്. ഓന്റെ അടുത്ത് കല്യാണക്കാരൻ ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യം, ഉസ്താദെ, എന്താടാ നീ ഇത്രയും കാലമായി എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല ഉസ്താദെ, എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല ഉസ്താദെ. കാരണം ആ ചെറുപ്പക്കാരന് ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല, വീഡിയോ ഇല്ല, സാധുവാ. അവനെ എനിക്ക് നല്ലതുപോലെ അറിയാം. കഞ്ചാവ് അടിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, ഒരു വീഡിയോ പോലും വലിക്കത്തില്ല. വളരെ മാന്യമായ രീതിയിൽ ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. എന്നാ കഞ്ചാവ് അടിക്കുന്നവന്, MDMന്റെ കേസിലെ പ്രതിക്ക് ഒന്ന് ഒളിച്ചോടിയതാണെങ്കിലും കിട്ടുന്നില്ല. ഒന്ന് ആലോചിക്കുക. നല്ലവർക്ക് ഇന്ന് കിട്ടുന്നില്ല. കാരണം ഇന്ന് കയറിയിട്ടെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആലോചിക്കുക. അവസാനം അങ്ങനെ തന്നെ ആയിപ്പോയി സമുദായം. ഇന്ന് എന്തും പറയാൻ, എന്തും കാണിക്കാൻ, എടോ നാണമെന്ന് പറയുന്നതില്ലാതെ പോകുന്നടോ. എന്തിനും ഒരു പരിധിയില്ലേ പെങ്ങന്മാരെ? സഹോദര, എന്തിനും ഒരു പരിധിയില്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ കളിക്കുന്നത്? ഇതുപോലെ വേറെ ആരുമില്ലല്ലോ. എവിടെ പോയാലും സുബ്ഹാനല്ലാഹ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. കണ്ടപ്പോ സങ്കടം തോന്നി, ഇറങ്ങിപ്പോയി. കാരണം അവിടെ ഇരിക്കുന്നത് മുഴുവനും മുസ്ലിമീങ്ങൾ. എന്നെ കണ്ടപ്പോ നരശുക്ക് എവിടെ പോയാലും ഇത് തന്നെ. ഇപ്പൊ വയല് കേൾക്കാൻ വന്നിരിക്കുന്നു. പടച്ചവനെല്ലാം ഫർദ് ഹിജാബും. അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ആമീൻ പറ. ഇപ്പൊ ഇരിക്കണ മൊത്തം ഫർദ് ഹിജാബും. കല്യാണ വീട്ടിൽ പോയി നോക്കിക്കേ. ഒരു കല്യാണത്തിന് വീട്ടിൽ, ഈ അടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എനിക്ക് അറിയുന്ന ഒരു സുഹൃത്തിന്റെ ഭാര്യ കല്യാണ വീട്ടിൽ പോവാ. ഫർദ ഇട്ടുകൊണ്ട് വന്നവരാ. ഫർദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൂടിയ ചുരിദാർ ആര് കാണാനാ? അതാ ലിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയുള്ള ധാരണകളാ. അതെന്താ? അള്ളാനെ പറ്റിക്കാൻ വേണ്ടി. മകളെ എപ്പോ വേണമെങ്കിലും നടക്കാം. ഉസ്താദ് അള്ളവൊന്നുമല്ല. ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഉസ്താദിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടുത്തെ എനിക്കറിയില്ല. ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ലടോ. ബഹുമാനിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഉസ്താദിനെ, ഗുരുനാഥനെ ബഹുമാനിക്കണം. ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഉസ്താദിനെ കാണുമ്പോ ഒരു മറ. ഉസ്താദ് അങ്ങോട്ട് പോയ അല്ലാഹു ആലം പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു വെപ്രാളം കാണണം. അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാ ബാങ്ക് വിളിക്കുന്നത്. ഷാളിട്, എന്തൊരു വെപ്രാളം. അങ്ങനെ ഉമ്മായും മോളും കൂടെ ഷാള്